പ്രതീക്ഷ എപ്പോഴും വളരെ നല്ല പ്രതീക്ഷയാണല്ലോ ഉള്ളത്. ഇന്നിപ്പോൾ പോകുന്നത് ഫിനാൻസ് കമ്മീഷൻ ഒരു സപ്ലിമെൻ്ററി മെമ്മോറാണ്ടം കൊടുക്കുക എന്നുള്ളതാണ്. ഈ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ അവർ സ്റ്റേറ്റ് വിസിറ്റ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അന്ന് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല, എല്ലാവരും ചേർന്നു. പിന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം നിവേദനം കൊടുത്തിരുന്നു. നമ്മൾ അതിനുശേഷം കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ മെമ്മോറാണ്ടം സപ്ലിമെൻ്ററി. ഇപ്പോൾ ഒരു സപ്ലിമെൻ്ററി മെമ്മോറാണ്ടം കൂടി കൊടുക്കാനാണ് പോകുന്നത്. അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. ഏറ്റവും പ്രധാനം GST സംബന്ധിച്ചുള്ള ഈ പുതിയ റേറ്റ് റിവിഷൻ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തികമായ കുറവ് വരും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഏകദേശം പറഞ്ഞ പോലെ 8,000 മുതൽ 10,000 കോടി വരെയാണ് കുറവ് വരുന്നത്. ചില സ്റ്റഡീസിൽ ഈ ഗുഡ്സിൻ്റെ മാത്രം 17,000 കോടി വരും എന്നുള്ളത് നമ്മൾ ബിൽസ് വഴിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുറവ് വരുന്നതും കൂടി എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷത്തെ കാലത്തേക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തെ പ്രവർത്തിക്കാനായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചാണല്ലോ ഈ ഫിനാൻസ് കമ്മീഷൻ പഠിക്കുക. അപ്പോൾ ആ നിർദ്ദേശം വരുമ്പം ഈ GSTയുടെ പുതിയ റേഷണലൈസേഷൻ്റെ പ്രശ്നം കൂടി പരിഗണിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ താരിഫ് സംബന്ധിച്ചുള്ള ഒരു താരിഫ് വാർ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഇത് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബാധിക്കും, കുറേയേറെ എക്സ്പോർട്ടിനെ ബാധിക്കും, നമ്മുടെ തൊഴിലിനെ ബാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അതും ഈ ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന നിർദ്ദേശത്തിൽ ഉണ്ടാകണം എന്ന നിലയിൽ 2 കാര്യങ്ങൾ പറയാനാണ് പോകുന്നത്. 15 സർക്കാർ വകുപ്പുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മറ്റേ കാര്യങ്ങൾ പറയാം. ഫിനാൻസ് കമ്മീഷൻ്റെ ഇവിടെ ഇപ്പോൾ വന്നേക്കുന്ന, നമ്മൾ ഡൽഹി വന്നേക്കുന്ന ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് കണക്ക് കൊടുക്കാനാണ്. അല്ല, ഇത് കഴിഞ്ഞോ? അപ്പോൾ നിങ്ങൾക്ക് സംസ്ഥാനത്തിന് ഫിനാൻസ് കൂടുതൽ കിട്ടേണ്ട കാര്യത്തെ പറ്റി താല്പര്യം വേണ്ട. അല്ല, മറ്റേത് ഞാൻ പറയാം. എനിക്ക് അതിന് കണക്കുകൾ കൊടുക്കാനുണ്ടെങ്കിൽ കണക്ക് അവർ കൃത്യമായി കൊടുക്കണം. അതായത് അതിൻ്റെ വകുപ്പുകൾ നോക്കും. കൃത്യമായി കണക്കുകൾ കൊടുക്കുകയും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒക്കെ കണക്കുകൾ കൊടുക്കുക എന്നുള്ള അത് വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ്. അത് നിർബന്ധമായിട്ട് അവർ ചെയ്യണം. അതിനകത്ത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമില്ല. അല്ല, എനിക്കതിൻ്റെ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃത്യമായി കണക്ക് പല വകുപ്പുകളും കാലോചിതമായി ഓരോ വർഷം ആനുവൽ, ഇപ്പോൾ AGയുടെ ഓഡിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ AGയുടെ ഓഡിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രിലിമിനറി ആയിട്ടുള്ള ഓഡിറ്റ് ഡോക്യുമെൻറ്റും ഡാറ്റയും കിട്ടിയാലേ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും നെക്സ്റ്റ് ഫണ്ട് കിട്ടും സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിന്. ഉദാഹരണത്തിന് ബോറോയിങ് തന്നെ, കഴിഞ്ഞ ബോറോയിങ് എത്ര ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ഫൈനലൈസ് ചെയ്ത കണക്ക് എത്രയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പ്രിലിമിനറി കണക്കുകൾ വന്നു കഴിഞ്ഞു. അത് ഓൾറെഡി കൊടുത്തിട്ടാണ് നമുക്ക് ബോറോയിങ്ങിനും മറ്റുമൊക്കെ ഉള്ളത് കൊടുക്കുക, മറ്റു കാര്യം കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും വകുപ്പുകളിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് അടിയന്തരമായിട്ട് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള സമീപനം ഗവൺമെൻറ്റിലുണ്ട്. ശക്തമായി ആ കാര്യം ആ വകുപ്പുകൾ ചെയ്യണം. ഏതൊക്കെയില്ല ഒരേ സമയം 15 ഉണ്ടോയെന്നോ എന്ന് എനിക്കറിയില്ല. വകുപ്പുകളിൽ നിന്ന് ചില സ്ഥലത്ത് ഓഡിറ്റ് വരാനുണ്ടാവും. ഓഡിറ്റ് സാധാരണഗതി അങ്ങനെ പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയില്ല. അത് പിന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ, ഭരണവകുപ്പുകൾ, ഫിനാൻസ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുക്കും, അത് വരും. അതിനകത്ത് അല്ല, അതെനിക്കറിഞ്ഞൂടാ. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്നതല്ല, എനിക്ക് അത്രയും എത്ര നോട്ടീസ് കൊടുത്തു. കാരണം ധാരാളം വകുപ്പുകളും ചെറിയ വകുപ്പുകളും ഒക്കെ ഉണ്ടല്ലോ, ഓരോ പിന്നെ PSUs ഒക്കെ. അതൊക്കെ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഈ റിക്കൺസിലിയേഷനും അക്കൗണ്ടിങ് സെറ്റിൽ ചെയ്ത് കൊടുക്കണമെന്നുള്ള ആവശ്യം നമ്മൾ പറയാറുണ്ട്. ചില പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെയുള്ള ഫണ്ടിൻ്റെ നമ്മളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരണമെന്നില്ല. ധാരാളം വകുപ്പുകളും ധാരാളം ഓഫീസുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് നോക്കേണ്ട സിസ്റ്റം അനുസരിച്ച് ചെയ്യണം. ആ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദികളുമാണ്. കൃത്യമായി ആ കാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഓഡിറ്റ് ചെയ്ത് അക്കൗണ്ട് കൊടുക്കുക, അത് ഫൈനലൈസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ ആ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണ്. അവരതിന് ആൻസറബിളുമാണ്. അല്ല, സ്റ്റേറ്റ് എങ്ങനെ പോകുമ്പോഴായാലും സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്ക് കൃത്യമാക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉത്തരവാദിത്വം. കണക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. CPIയുടെ സമ്മേളനം, സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം സപ്ലൈകോയെ കടക്കണിയിലാക്കി. CPIയുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അല്ല, അതൊന്നും വന്ന് കാണത്തേ ഇല്ല. നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് അറിയാവുന്നതായിരിക്കും.